വയനാട്ടിൽ ഉണ്ടായ ദുരന്തം നമ്മളെല്ലാവരും അതിൻ്റെ ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെ ഒരുപാട് അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളുടെ മുമ്പിൽ വാർത്താ ചാനലുകൾ അതിൻ്റെ വീഡിയോകൾ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തൻ്റേതായ ഒരു പങ്കാളിത്തം വരുത്തണമെന്നൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. സ്വാഗതാർഹമായ ഒരു വികാരമാണ്, നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ ഒരു ആസൂത്രണവും ഒരു പ്ലാനിങ് ഉണ്ടാവണം. വെറുതെ വൈകാരികമായ ഒരു ആവശ്യ പ്രകടനമായിട്ട് ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാറാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ വയനാട്ടിൽ ഇത്ര കിലോമീറ്ററുകൾ 400 കിലോമീറ്ററിനപ്പുറത്ത് നിൽക്കുന്ന വയനാട് ജില്ലയിലേക്ക് നമ്മൾ അടിസ്ഥാന ആവശ്യ വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങൾ, വെള്ളം, വസ്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ശേഖരിച്ച് കൊണ്ടുപോകുന്ന രീതിയൊക്കെ കണ്ടുവരുന്നുണ്ട്. ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട നല്ലൊരു സൽപ്രവൃത്തി തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മളെയൊക്കെ ഒരു മലയാളികൾ എന്നല്ല സമൂഹത്തിൻ്റെ പൊതുവായ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരം ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട അതിജീവിതർക്ക് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവമാണ് പൊതുവിൽ സമൂഹത്തിനുള്ളത്. അത് അവരുടെ ഒരു വൈകാരികമായ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വ്യാപകമായിട്ട് തൊട്ടടുത്ത 2 ജില്ലകളിൽ നിന്ന് വന്നാൽ തന്നെ അവർക്ക് ഒരു പക്ഷേ ഇനിയുള്ള ഒരു മാസക്കാലത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും നാപ്കിനുകളും ഒക്കെ അവിടെ അവർക്ക് ലഭ്യമാകും. പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആവശ്യത്തിനപ്പുറത്തേക്ക് എന്ത് വന്നാലും നമ്മൾ കഴിച്ച് വേറെ വീർത്തതിന് ശേഷം പിന്നെയുള്ള ഒരു ആഹാരം അത് വേസ്റ്റ് തന്നെയാണ് പലപ്പോഴും. അവർക്ക് മതിയായത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തോ ഒരു ചടങ്ങ് പോലെ കുറെ കൊടുത്തു വിടുന്നതിൽ കാര്യമില്ല. സത്യത്തിൽ അവരെ ബാധിക്കുന്ന വിഷയം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരെ ഇപ്പോൾ ബാധിക്കുന്ന വിഷയം അവരുടെ ഭക്ഷണമല്ല, അവർക്ക് താൽക്കാലികമായി പാർക്കാനുള്ള സംവിധാനമല്ല, അവരുടെ എന്ത് ചെയ്യുക വസ്ത്രമോ മറ്റ് നാപ്കിനുകളോ മറ്റ് അടിയന്തര ആവശ്യങ്ങളുള്ള ഒരു വസ്തുവുമല്ല. അതൊക്കെ കൃത്യമാർക്ക് ലഭിക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി എനിവേ ഒരു മാർഗവും അവർക്ക് ഇല്ല, അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് ലോകത്തെ അറിയിക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുണ്ട്, ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ കോണിക്കിടക്കുന്ന ഒരാളുടെ കിഡ്നി രോഗത്തിന്റെ വിഷയം പോലും യൂട്യൂബ് വഴിയും മറ്റുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്തും. പ്രശ്നങ്ങളും കാര്യങ്ങളും ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമ്മൾ വൈകാരികമായ ഒരു ആവേശപ്പെടുന്നത് കുറെ സാധനങ്ങൾ ശേഖരിച്ചു കൊടുക്കുക എന്നതിൽ അർത്ഥമില്ല. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നവർ, അത് സന്നദ്ധ സംഘടനകളാകാം, നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രത്യേക ഒരു കൂട്ടാകാം, രാഷ്ട്രീയ പാർട്ടികളാകാം, മതസംഘടനകളാകാം, മഹല്ല് സംവിധാനങ്ങളാകാം, ആര് ചെയ്താലും നിർബന്ധിച്ചുള്ള ഒരു ബലാത്കാരമായി പിടിച്ചു വാങ്ങിക്കൊണ്ടുള്ള ഈ ഒരു ദുരന്ത മുഖത്ത് എത്തിക്കുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു പുണ്യവുമില്ല. പലരും ഭീഷണിയാണ്. എനിക്ക് കുറെ സാധനങ്ങളോട് അവിടെ പോകണം, അല്ലെങ്കിൽ കൊടുത്തു വേണം നമ്മുടെ ഒരു കമ്മിറ്റിക്ക് കൊടുത്തു. അപ്പൊ നാട്ടിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, വ്യാപാരികൾ അല്ലെങ്കിൽ എന്ത് വീട്ടുകാരോട് എടുക്കാൻ ഒരു ദുരിത സമയത്ത് തരണ്ടേന്ന് എടുക്കാൻ ആരും കൊണ്ട് കൊടുത്തിട്ടില്ല. അവന്റെ അവസ്ഥ അവനെ അറിയാവും. അതുകൊണ്ട് ഒരു പിടിച്ചു പറയുന്ന സ്വഭാവം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആര് ചെയ്താലും ഒരു പിടിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടാവരുത്. തരുന്നെങ്കിൽ നന്ദിയോടെ സ്വീകരിക്കുക, കൊണ്ടെത്തിക്കാം, കുഴപ്പമില്ല. ഒരു മനുഷ്യനെ പിന്നെയും എന്ത് ചെയ്യുക, അയാൾക്ക് ക്യാൻവാസ് ചെയ്ത് അയാളെ വാങ്ങിക്കുക, ബലാത്കാരമായി വാങ്ങിച്ചെടുക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. അവരുടെയൊക്കെ അവസ്ഥ അവർക്കേ അറിയാവൂ. ഒരുപാട് സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നവരാണ് എല്ലാ മനുഷ്യരും. പലപ്പോഴും ആ പ്രതിസന്ധിയിൽ പോലും ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ കൈയടിച്ച് സഹായിക്കുന്നവരാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരു പിടിച്ചു പറയ സ്വഭാവം ഒരു മനുഷ്യന്, നമ്മളെ ആൾക്കാർ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ആൾക്കാരെ കൂടാണ് ഇത് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത്തരം ഒരു രീതിയിൽ ജനങ്ങളെ സമീപിക്കാൻ പാടില്ല. ഏത് ഘട്ടത്തിലാണെങ്കിലും ഒരു പിടിച്ചു പറയുടെ സ്വഭാവം ഒരിക്കലും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കടന്നു വരാനേ പാടില്ല. അവരായിട്ട് നൽകും. പിന്നെ മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ മോഹൻലാൽ കൊടുത്തില്ലേ, മമ്മൂട്ടി കൊടുത്തില്ലേ, യൂസുഫ് അലി കൊടുത്തോ, ഇവരൊക്കെ ഈ പണം കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്, അതിൻ്റെയും കാര്യമില്ല. ഇതൊന്നും ആരുടെയും വ്യക്തിപരമായ ബാധ്യതയല്ല. ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ വിശാലതയും ഉദാരതയുമാണ്. കൊടുക്കുന്നവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട, അത് അവരുടെ പ്രശ്നമാണ്. നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിൽ കയറി നിന്നിട്ട് ഓരോരുത്തരെയും വിചാരണ ചെയ്യാനെങ്കിലും നിൽക്കേണ്ട. എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളിതിൽ ഭാഗമാക്കുക. അത് ശ്രദ്ധിക്കുക. 2 കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് അവരുടെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായ ആവശ്യങ്ങളില്ല. ഒരു ഗ്രാമമേ നശിച്ചു പോയൊരു സമൂഹം അവരെങ്ങനെ പുനരധിവസിപ്പിക്കുമെന്നുള്ളത് തന്നെ സർക്കാരിന്റെ മുമ്പിൽ പോലും വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. അവശേഷിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, മരണപ്പെട്ടു പോയ അവരിൽ നിന്ന് അവശേഷിക്കുന്നവർ. അതിൽ അനാഥരായ മക്കളുണ്ടാകും, വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരുണ്ടാകും, അതിന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ടാകും, അത് കണക്കിന് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ടാകും. അങ്ങനെ ഒരുപാട് പേര് അവശേഷിക്കുന്നുണ്ട്. അവരൊക്കെ ഇനി ഒന്നേന്ന് അവർ തുടങ്ങുക എന്ന് വെച്ചാൽ 0-ൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവർക്കിനി ഒരു വസ്തു വേണം, അവിടെ ഒരു പാർപ്പിടം വേണം, ആ പാർപ്പിടത്തിന് ആവശ്യമായ സാധനങ്ങൾ വേണം, അവർ നഷ്ടപ്പെട്ടു പോയ തൊഴിലുകൾ വീണ്ടെടുക്കണം, കച്ചവടങ്ങൾ, കടകളെല്ലാം വീണ്ടെടുക്കണം. വലിയൊരു ഭാരിച്ചൊരു ബാധ്യതയുടെ മുമ്പിൽ അവർ നിൽക്കുന്നത്, വലിയൊരു ബുദ്ധിമുട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. അത്തരം ആൾക്കാരെ ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം.
അവരിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ കൊടുക്കുന്ന ഒരു 1000 രൂപയോട് 10,000 1 ലക്ഷമോ എത്ര ആവട്ടെ, അത്തരം ആൾക്കാരൊന്ന് ഇനി അവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയാക്കി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ കുറേ ക്യാനുകളിൽ വെള്ളവും കുറേ ബിസ്ക്കറ്റുകൾ ഇങ്ങനെ വാരിക്കയറ്റി വിടുന്നത് ഒരു കാര്യവുമില്ല. അങ്ങനെ എന്തൊക്കെയോ കൊടുത്തു വിട്ടിട്ട് സ്വയം സായുജ്യം അടയുന്നവർ കർത്തവ്യം പൂർത്തിയാക്കി, കടമ പൂർത്തിയാക്കി എന്ന് കരുതല്ലേ, അവിടെ ഒന്നും പൂർത്തിയാവുന്നതല്ല. യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇവരെ കൈയൊഴിയുന്നതാണ് എല്ലാ ദുരന്ത മുഖത്ത് നമ്മൾ അവസാനം കാണുന്നത്. ഈ സമയത്ത് എല്ലാവരും കൂടെ വരും, സർക്കാർ വരും, എല്ലാവരും വന്നു വരും. അവസാനം ഇവർ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കാണ്ടാവില്ല. സർക്കാർ സംവിധാനങ്ങൾ പോലും എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, സഹായം പറഞ്ഞത് തരണമെന്ന് പറഞ്ഞാൽ നിന്റെ മക്കളെ നഷ്ടപ്പെട്ടതിന് രേഖ എവിടെ? നീ തന്നെയാണോ അവിടെ ജീവിച്ചിരുന്ന രേഖ എവിടെ? ഇയാൾ രേഖകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാ രേഖകളും കൊണ്ടാണ് പോയത്. എന്നാലും ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ പോയി നിന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സർക്കാരുകൾ അനുവദിച്ച ഈ സംവിധാനങ്ങൾ പോലും കൈപ്പറ്റിയെടുക്കാൻ പോലും കഴിയാതെ ഇന്നും ദുരന്ത ഭൂമുഖത്ത് ബാക്കിയായ ഒരുപാട് ആൾക്കാർ പല മേഖലയിലും കാണാൻ കഴിയും. അപ്പൊ അത്തരം ആൾക്കാരെ സഹായിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവരെയൊക്കെയാണ് നമ്മൾ കൈപിടിച്ച് ഉയർത്തേണ്ടത്. വലിയ ദൗത്യം നമുക്കുണ്ട്. ഒരു മനുഷ്യന്റെ കഷ്ടം, ഒരു മനുഷ്യന്റെ നഷ്ടം, ഒരു മനുഷ്യന്റെ പ്രയാസം അത് ദൂരീകരിക്കുന്ന വിശ്വാസിക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിച്ച് വിവേകപൂർവ്വം പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക.